ഹായ് ഫ്രണ്ട്സ്, മോംസ് വീട്ടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു പുട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ പലതരത്തിൽ പുട്ട് തയ്യാറാക്കാറുണ്ട്. മാമ്പഴപ്പുട്ട്, ക്യാരറ്റ് പുട്ട്, പാൽപുട്ട്, ബീറ്റ്റൂട്ട് പുട്ട്, ഇങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. എന്നാൽ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ? വാ. എന്നാൽ ഇന്ന് നമുക്ക് വ്യത്യസ്തമായ ഒരു പുട്ട് തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള പുട്ടുപൊടി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര പുട്ട് വേണമെന്ന് വെച്ചാൽ അതിന് അനുസരിച്ചുള്ള പുട്ടുപൊടി എടുക്കുക. അപ്പം ഞാൻ ഡബിൾ ഗോൾഡ്സിൻ്റെ പുട്ടുപൊടി എപ്പോഴും മേടിക്കുന്നത് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. നല്ലപോലെ ഒരു സ്പൂണോ എന്തെങ്കിലും കൈ വെച്ചിട്ട് അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് പുട്ടുപൊടി ഒന്ന് കുഴച്ച് നമുക്കൊരു 10 മിനിറ്റ് ഈ പുട്ടുപൊടി ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതിനോടൊപ്പം തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറന്നു വരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്ന് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വളരെ വളരെ നന്ദി കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ ചേർത്ത് പിടിച്ചതിനും ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നതിനും. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഈ മാവ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കുക. അപ്പോൾ പുട്ടിൻ്റെ മാവ് എടുക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഉള്ളി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു 2 സവാള എടുത്തിട്ടുണ്ട്, ചെറുത് കേട്ടോ. ചെറിയ സവാള 2, വലുതാണെങ്കിൽ 1 മതിയാവും. ഇനി നിങ്ങൾക്ക് കൂടുതൽ മാവ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സവാള ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ പുട്ടുപൊടിക്ക് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അനുസരിച്ച് വേണം നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതായി വരുമ്പോൾ നമുക്കതിലേക്ക് ചതച്ച മുളക് കുറച്ച് ചേർത്ത് കൊടുക്കുക. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വേറെ കറിയോ ഒന്നും വേണ്ട, നമുക്ക് ചായ മാത്രം മതി കേട്ടോ. ഇത് ചായയും കൂട്ടി കഴിക്കുമ്പോൾ ഉള്ള ഒരു സുഖം ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. അപ്പോൾ ഇത് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ നിറമെല്ലാം മുളകിൻ്റെ ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 കപ്പ് തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നല്ലപോലെ മിക്സാക്കി എടുക്കുമ്പോൾ ആ ചതച്ച മുളകിൻ്റെയൊക്കെ കളറായിട്ട് ഈ കളറെല്ലാം ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ ഈ പരുവത്തിൽ നമുക്കൊന്ന് ആയി കിട്ടണം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ശേഷം ഒരല്പം ചതച്ച മുളക് കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് മാവ് വെള്ളമെല്ലാം ഇങ്ങനെ ഒബ്സർവ് ചെയ്തെടുത്തതിന് ശേഷം നല്ലപോലെ ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുക. കട്ട എല്ലാം ഒന്ന് ഉടച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയുടെ കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പലതരത്തിൽ നമ്മൾ പുട്ട് തയ്യാറാക്കി കഴിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം. കഴിച്ചിട്ടുള്ളവരല്ല, കഴിച്ചിട്ടില്ലാത്തവർ കാണുമല്ലോ. അപ്പോൾ അവരൊന്ന് ഇതുപോലെ തയ്യാറാക്കി കഴിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ രാവിലെ ഓഫീസിൽ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ആയാലും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വേറെ കറികളൊന്നും പുട്ടിനായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പുട്ടുകുറ്റിയിലേക്ക് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക. അതിനുശേഷം മാവ് കോരി ഇട്ട് കൊടുക്കുക. വീണ്ടും ഇടയ്ക്കൊന്ന് തേങ്ങ ഇട്ട് കൊടുക്കുക. വീണ്ടും മാവ് കോരി, അങ്ങനെ നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് തേങ്ങ ഇട്ട് മാവ് കോരി നിറച്ചതിന് ശേഷം വെള്ളം അടുപ്പത്ത് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറ്റി വെച്ച് നമുക്ക് ആവിയേറ്റി എടുത്താൽ മതിയാവും. അപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണേ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. പ്രത്യേകിച്ച് അപ്പോൾ കറികളൊന്നും ഉണ്ടാക്കണ്ട. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുട്ട് നല്ലപോലെ ആവിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് എടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള
നമ്മുടെ ഉള്ളിപ്പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു ചായ മാത്രം, ചായ കുടിക്കുന്നവർക്ക് ചായ എടുക്കാം, കട്ടൻ കാപ്പിയോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി. വേറെ ഒന്നും ഇതിൻ്റെ കൂടെ വേണ്ട കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.